ബാംഗ്ലൂര് വരെയൊക്കെ പോയിട്ടുണ്ട്. ബാംഗ്ലൂര് അന്നൊക്കെ പോകുമ്പോ എത്ര രൂപയ്ക്ക് ശേഷം ഡീസൽ അടിച്ചെന്ന് എനിക്ക് സെറ്റായി വണ്ടി. അപ്പൊ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വണ്ടി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു സ്വിഫ്റ്റ് ഡിസയർ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ യൂസർ റിവ്യൂ ആയിട്ട് വന്നേക്കുന്നത് ഇത് സ്വിഫ്റ്റ് ഡീസൽ എഞ്ചിനും വരുന്ന ഒരു വണ്ടിയാണ്. അത് DDIS 1.3 നമ്മുടെ ഫിയറ്റിന്റെ എഞ്ചിൻ വരുന്ന മൾട്ടിജെറ്റ്. അപ്പൊ അതിന്റെ ഒരു യൂസർ റിവ്യൂം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതൊരു 15 കൊല്ലത്തോളം യൂസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ ഒരു 15 കൊല്ലത്തെ കഥകളും ഒരു 15 കൊല്ലം എങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ. ഇതിന്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അവൻ എന്താ ചെയ്യണ കാര്യങ്ങളൊക്കെ. അപ്പോൾ നീ എന്താ ചെയ്യണ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ മാക്സ്വെല്ലിൽ വർക്ക് ചെയ്യണത്. ഇതെന്റെ അങ്കിളുടെ വണ്ടിയാണ്. ആങ്ങളുടെ വീട് എന്ന് പറയുന്നത് ആലുവയിലാണ്. അപ്പൊ ആളാണ് യൂസ് ചെയ്യണ ഈ വണ്ടി. അപ്പോ എന്റെ കയ്യിലിവിടെ എത്തിയിട്ട് ഇപ്പൊ ഒരു 2 കൊല്ലമായിട്ട് 3 കൊല്ലമായിട്ട് എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. എന്റെ വീട് തൃശ്ശൂരാണ് വരുന്നത്. തൃശ്ശൂർ നടത്തറയിലാണ് എന്റെ വീട് വരുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ സംഭവം എന്റെ കസിന്റെ വണ്ടിയാണ്. പക്ഷെ ഇപ്പോ കുറച്ച് കൊല്ലമായിട്ട് ഇവനാണ് ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോ നമുക്കതിന്റെ നേരെ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പൊ നമുക്ക് അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ഒന്ന് പറയാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും അപ്പൊ ചേട്ടാ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിടക്കാം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ വണ്ടിയാണ് കൂടിയാണ്. ഇത് നമ്മളിന്ന് യൂസർ സർവീസ് ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു എഞ്ചിൻ, ഈ DDIS എഞ്ചിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം എല്ലാവർക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൈലേജും നല്ലൊരു അത്യാവശ്യം നല്ല പവറൊക്കെ കൂടിയിട്ട് ഫുള്ളി പാക്ക് ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ഒരു സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിയറ്റില് വരുന്ന ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എനിക്കാണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നല്ല മൈലേജും ഉണ്ട്, നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും ഒക്കെ പക്ക ഒരു എന്താ പറയാ പറ്റിയൊരു വണ്ടിയും കൂടിയാണ് നമുക്ക് ഈ ഒരു ഡീസൽ എഞ്ചിൻ വരണത്. ഈ ഒരു മാരുതിയുടെ ഡിസയർ ആണെങ്കിലും അതുപോലെ നമ്മുടെ സ്വിഫ്റ്റ് ആണെങ്കിലും ഒക്കെ. അപ്പോ ആദ്യം നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് അങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമുക്കിപ്പോ നിങ്ങൾക്ക് എത്ര മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ കിട്ടുന്നുണ്ട് സ്വിഫ്റ്റിലൊക്കെ? ഒരു 20-22 എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോ ലോങ്, അതായത് ഇപ്പോ എല്ലാവരും ഈ വണ്ടി ഇപ്പൊ എന്റെ അറിവിൽ തന്നെ കുറെ ആൾക്കാർ ഇപ്പൊ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് വരെ അതായത് ഡെയിലി യൂസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ കുറെ ആൾക്കാർ അതിന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എടാ നല്ലൊരു വണ്ടി കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ നിലവിൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാറുണ്ട്, ഇത് കൊടുക്കണ്ട, ഇത് പുതിയ പുതിയ വണ്ടി എടുക്കാൻ പോവാണെങ്കിൽ തന്നെ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്കി എടുത്തോ, ഇത് കൊടുക്കണ്ട. കാരണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വണ്ടി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഞാൻ അങ്ങനെ മാക്സിമം നമുക്ക് അറിയണവർക്ക് അങ്ങനെ പറയാറില്ല. അപ്പൊ എന്റെ കുറെ പേര് ചോദിച്ചും വരാറുണ്ട്, എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല വണ്ടി കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചിട്ടല്ല, നമുക്ക് നേരെ വീഡിയോ നടക്കാം. അപ്പൊ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 15 കൊല്ലം കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പൊ ടെസ്റ്റിംഗ് ആളൊക്കെ നമുക്ക് ഈ അടുത്ത് 24 കൊല്ലം ടെസ്റ്റിംഗ് ആൾ കഴിഞ്ഞിട്ടുണ്ട്. 15 കൊല്ലത്തെ ചോദിക്കാന്ന് വെച്ചാൽ കസിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നീ ഇപ്പൊ എന്തായാലും യൂസ് ചെയ്തിട്ട് 3 കൊല്ലം 4 കൊല്ലത്തെ കൊണ്ടാണ് ആവുന്നത്. അപ്പൊ ഈ 4 കൊല്ലം നീ സ്വിഫ്റ്റ് ഡിസയർ യൂസ് ചെയ്തിട്ട് നീ ഈ സ്വിഫ്റ്റ് ഡിസയറിൽ നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും അതായത് നിന്റെ എല്ലാ കാര്യങ്ങളും കൂട്ടിമുട്ടുണ്ടോ എന്ന് ഉദ്ദേശിച്ചത്? അതായത് ഡ്രൈവിങ്, മൈലേജ്, പവർ, പിക്കപ്പ് എല്ലാം വണ്ടിയാണ്. ഇപ്പോ മൈലേജിന്റെ കേസ് പറഞ്ഞു നമുക്ക് 20 കിട്ടണമെന്ന്. അപ്പൊ നീ ഇപ്പോ ലോങ് നമ്മുടെ ഈ സ്വിഫ്റ്റ് ഡിസയറും കൊണ്ട് ഇപ്പൊ നീ ഏറ്റവും ലോങ് എവിടം വരെയൊക്കെ പോയിട്ടുണ്ട്? ഏകദേശം ഞാൻ ബാംഗ്ലൂര് വരെയൊക്കെ പോയിട്ടുണ്ട്. അന്നൊക്കെ പോകുമ്പോ എത്ര രൂപയ്ക്ക് ശേഷം ഡീസൽ അടിച്ചെന്ന് വല്ല ഓർമ്മയുണ്ട്? അത് അങ്ങനെ ഓർമ്മയില്ല. ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് പോയിരുന്നത്. ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം നല്ലൊരു മൈലേജ് അവർ കിട്ടിയിട്ടുണ്ട്. 10-20 കിട്ടിയിട്ടുണ്ട്. ഈ ലോങ് ഇപ്പൊ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഏകദേശം നല്ലൊരു കിലോമീറ്റർ തന്നെ ഉണ്ട് നമുക്ക് ഓടിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ഒരു വണ്ടിയുടെ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടാനൊക്കെ ആയിട്ട് നല്ലൊരു ഇതാണ്. അത് അത്യാവശ്യം കിലോമീറ്റർ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയുടെ ഒരു ഔട്ട്പുട്ടും അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു ഇത് നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പൊ അത്രയും ലോങ് ഓടിച്ചപ്പോ നിനക്ക് തോന്നിയ ഡിസയർ ഓടിച്ചപ്പോ തോന്നിയ ഫീൽ, ഇത്രയും കിലോമീറ്റർ ഓടിച്ചല്ലോ, എനിക്ക് നല്ല കംഫർട്ടാണ് കിട്ടിയത് മൊത്തത്തില്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മൈലേജും ഉണ്ട്. നമ്മൾ ആ ഒരു മീനിൽ പോയി കഴിഞ്ഞാൽ മൈലേജും കിട്ടും. അത്യാവശ്യം പവറും കാര്യങ്ങളും ഒക്കെയാണ്. അതെ, പവറും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഇനി എന്താ പറയാ, ഇപ്പൊ വേറെ സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതായത് ഇപ്പൊ നമ്മുടെ മാരുതിയുടെ സർവീസ് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയൊക്കെയാണ് ഒരു റേറ്റും കാര്യം വരണേ. എന്നാലും ഇപ്പൊ നീ യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഇത്ര കാലം യൂസ് ചെയ്തിട്ട് ഈ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ തോന്നുന്നത്?
സർവീസ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. ഞാൻ ഇവിടെ ഷോറൂം സർവീസ് തന്നെ കൊടുത്തിരുന്നത്. അത്ര വലിയ പൈസ വലിയ പൈസ ഷോറൂമിലാണ് സർവീസ് ഷോറൂമിലാണ് സർവീസ് തരുന്നത്. എങ്ങനെയുണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ? ബില്ലും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ ബാക്കി മെയിൻ്റെനൻസ് കുറവായിരുന്നു. വലിയ പൈസ സിമ്പിൾ ആയിട്ട് നമുക്ക് ചീപ്പായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ചീപ്പായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അത്ര വലിയ ഇപ്പൊ എന്തെങ്കിലും ഇത്ര നാള് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും മേജർ ആയിട്ട് എന്തെങ്കിലും വലിയൊരു കംപ്ലൈന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണികൾ എന്തെങ്കിലും നമ്മുടെ വണ്ടിയിൽ? എനിക്ക് മേജർ ആയിട്ട് കംപ്ലൈന്റ്സ് ഒന്നും വന്നിട്ടില്ല. സിമ്പിൾ ആയിട്ട് ചെറിയ കംപ്ലൈന്റ്സ് ആണ് വന്നേക്കണം. ഇപ്പൊ റീസെന്റ് എന്തെങ്കിലും ലാസ്റ്റ് എന്തെങ്കിലും കംപ്ലൈന്റ്സ്? ബെയറിംഗിന്റെ മാത്രമേ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളൂ. വീൽ ബെയറിംഗും അത് അലൈൻമെന്റ് ചെക്ക് നോക്കിയപ്പോഴാണ് ബെയറിംഗിന്റെ അവര് പറഞ്ഞത്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എല്ലാം ഇത്രയും കൊല്ലമായിട്ട് വണ്ടി ഫുള്ള് ഷോറൂമാണ് സർവീസ്. പുറത്തേക്കൊന്നും ലോക്കലൊന്നും കൊടുത്തിട്ടില്ല? ഇല്ല, ലോക്കലൊന്നും കൊടുത്തിട്ടില്ല. അവിടുത്തെ ഇപ്പൊ ഇവിടെ നമ്മുടെ തൃശ്ശൂർ പടി കൊടുക്കണം സർവീസിന്? തൃശ്ശൂർ BRD അപ്പൊ എങ്ങനെയുണ്ട് സർവീസും അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അവരെ സർവീസ് നല്ലതാണ്, നല്ലതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമറുള്ള ഇതും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ഇന്ററാക്ഷൻ ഒക്കെ അടിപൊളിയാണ്, പക്കയാണ്. അപ്പോ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, സർവീസും കോസ്റ്റും അതെല്ലാം സീനിലാണ്. പിന്നെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമുക്ക് കുറെ ആൾക്കാർ ഇപ്പം പറഞ്ഞില്ല, ഇപ്പൊ എന്റെ അറിയാൻ കുറെ ആൾക്കാർ വണ്ടി എടുക്കാനും നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം കൂടുതലും ഇപ്പൊ നമുക്ക് ഇങ്ങനെ വണ്ടി ഉണ്ടോ അല്ലെങ്കിൽ അവർ യൂസും ചോദിച്ചു വരണവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചു വന്നിട്ടുള്ളത്. കൂടുതലും യൂസ് ചെയ്യുന്നത് ഇപ്പോ സൺഡേസിലാണ് കൂടുതൽ വണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ഡീസൽ വണ്ടിയാണല്ലോ, അപ്പൊ എല്ലാവരും കോമൺ ആയിട്ട് എല്ലാവരും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ വണ്ടി ഇപ്പോഴും എല്ലാ ദിവസം യൂസ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ ദിവസം ഓട്ടുള്ളവർക്കാണ് കുറച്ചൊരു നല്ലതെന്ന് പറയാറുണ്ടല്ലോ. ആ ഒരു ഇതിനോട് എന്താ പറയാ, അങ്ങനെ പ്രശ്നം എന്തെങ്കിലും? ഇല്ല, എനിക്ക് പ്രശ്നം ഇപ്പൊ ഡീസൽ വണ്ടി ആയാലും പറയും, ഇപ്പൊ ഇപ്പോഴും ഓട്ടം ഉണ്ടെങ്കിലാണ് ഡീസൽ കാറിലോ എന്നൊരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു ഇതിനോട് എന്താ പറയാ എനിക്ക്? ഡീസൽ വണ്ടി സത്യം പറഞ്ഞാൽ ഓട്ടോ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഓട്ടോ ഉള്ളവർക്കാണ് നല്ലത്. എനിക്ക് വേണ്ടി അങ്ങനെ ഞാൻ കൂടുതൽ സൺഡേസ് ആണ് എടുക്കാറില്ല. അല്ലാത്തപ്പോ ചെറിയ ചെറിയ ഓട്ടങ്ങളാണ് ഓടുന്നത്. പിന്നെ വല്ലപ്പോഴും ചെറുത് ഓടും. പിന്നെ എനിക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ചുകൂടി നെഗറ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞത് ആഡ് ഓൺ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ആഡ് ഓൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു. അതായത് റിവേഴ്സ് എടുക്കുമ്പോ ബാക്ക് ക്യാമറ, പിന്നെ സ്ക്രീനില് ഓഡിയോന്റെ സ്ക്രീൻ അതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഹെഡ് ലൈറ്റ് ഒന്ന് കുറച്ച് പ്രകാശം അതൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് വെക്കണമെന്നുണ്ട്. അഡീഷണൽ വെക്കാനായിട്ട് നമ്മുടെ എന്താ പറയാ, ഒരു സാധാരണ ടൈപ്പ് സ്ക്രീൻ അല്ലല്ലോ, സാധാരണയാണ്. അത് മാറ്റിയിട്ട് ഒരു സ്ക്രീൻ വെക്കാന്നാണ് പറയുന്നത്. മതി, അതാണ് ഇതിൽ നെഗറ്റീവ് അല്ല, നമുക്ക് അതും കൂടി ആഡ് ചെയ്ത കുറച്ചുകൂടി കംഫർട്ട് ആയിരിക്കും. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വണ്ടി അറിയാലോ, നമുക്കൊരു സെഡാൻ വണ്ടിയാണ്. സെഡാൻ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സെഡാൻ ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഞാൻ ഓടിച്ചേക്കാൾ ഇതായി. ചില ആൾക്കാരുണ്ടോ, ഇപ്പൊ എല്ലാവർക്കല്ല, ഇപ്പൊ ഓടിച്ചോടിച്ചുള്ള സെറ്റാണ്. എന്നാലും ചില ആൾക്കാർ സെഡാൻ യൂസ് ചെയ്യുമ്പോൾ പറയാ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പാർക്കിങ്ങിനുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അവിടെ എല്ലാം സെറ്റാണ്. പിന്നെ ഡെയിലി യൂസ് ചെയ്ത് എനിക്ക് ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ നെഗറ്റീവ്സും സംഭവങ്ങളൊക്കെ ഇതൊക്കെയാണ് നീ പറഞ്ഞിട്ടുള്ളത്. വേറെ ഇതിപ്പോ നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളോടാണ്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പുതിയ വണ്ടി വെച്ചൊന്നും ഒരിക്കലും വണ്ടി കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ലോങ് പോകണം നമ്മൾ പറഞ്ഞു, ബാംഗ്ലൂർ ഇതൊക്കെ പോയിന്ന് പറഞ്ഞു. പിന്നെ സർവീസും കൊടുക്കണത് നമ്മുടെ ഷോറൂമിലാണ് കൂടുതലും കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ വേറെ ആൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിലും പ്രശ്നമില്ല, ഓക്കെയാണ് ഒക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോ എന്തെങ്കിലും ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പെർഫോമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ ഞാൻ ഡീസൽ വണ്ടിയാണ് ചോദിക്കുന്നോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ DDSന്റെ എഞ്ചിനുള്ളവരൊക്കെ കൂടുതലും ഈ നമ്മുടെ ECM വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടൂണിയില് അങ്ങനത്തെ എന്തെങ്കിലും ഇത് കണ്ടിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി മൈലേജും കുറച്ചുകൂടി പിക്കപ്പും കുറച്ചും കൂടുതലിട്ടാണ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സംഭവം ശരിക്കും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇതില്. പക്ഷെ പലർക്കും പല ഇതാണല്ലോ. കാരണം ഈ ഡീസൽ വണ്ടിയിൽ അത്യാവശ്യം നല്ലൊരു പവർ നമുക്ക് കിട്ടുന്നുണ്ട്, ഓൾറെഡി അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേണമെന്ന് അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലൊക്കെ? കൂടുതലാണെന്ന് തോന്നിയിട്ടില്ല. ഞാനിത് വെച്ചിട്ട് ഓക്കെയാണ്, എന്താ പറയാ, മൊത്തം ഇതിലുകൊണ്ട് തൃപ്തനാണ്. അപ്പൊ അങ്ങനത്തെ ഓക്കെ. വേറൊന്നും ഈ വണ്ടിയിലിരിക്കുന്ന പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ല ഇതുവരെ? എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്വിഫ്റ്റ് ഡിസയറിന്റെ ഒരു യൂസർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡീസൽ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസും എന്റെ വണ്ടിയുടെ ഈ ഡീസൽ വണ്ടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വണ്ടിയും കൂടിയാണ്. എനിക്കാണെങ്കിലും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി കൂടെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു വണ്ടി കൂടെയാണ്. കാരണം നമുക്ക് ഇതിൽ നമ്മുടെ മൈലേജും അത്യാവശ്യം നല്ല പവറും ഒക്കെ കൂടി ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ ഇതുപോലത്തെ ഇങ്ങനത്തെ വണ്ടി എടുക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ
അവർക്ക് ഉപകാരപ്പെടും. കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാകാനും വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കൂടി ആവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ ചാനലിൽ വരുന്നു.